കഥയല്ലേ പറയുന്നത്. അതായത് പഴയ കാലത്ത് പറയുന്ന ആൾക്കാർ പഴമൊഴിയിൽ പതിരില്ലാണ്. അതിന് ഒരു പതിരുമില്ല, വളരെ ക്ലിയറാണ്. ഈ ആത്തോല എന്ന് പറഞ്ഞാൽ ഓരേതാ, അതിന് കല്യാണം കഴിച്ചതാണ്. ഇപ്പൊ രാമനും സോമനും 2 മക്കളുണ്ടായി. ആത്തോലിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായതാണ്. അപ്പൊ ഈ രാമനും സോമനും വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു ജോലി കൊടുക്കാൻ നോക്കിയിട്ട് കിട്ടാല്ല. അപ്പൊ ഇവർക്ക് കൊടുത്ത ജോലി ആത്മാവ് എന്ന് പറഞ്ഞ മാവുമെന്ന് മാങ്ങ പറിക്കുന്ന ജോലിയെ കൊടുത്തു. ആ മാങ്ങ പറിച്ചു നോക്കുമ്പോൾ കൊണ്ടാവ് ഒരു വണ്ടി കിട്ടിയില്ല. അപ്പോഴാണ് ഈ കുണ്ടാമണ്ടി പറഞ്ഞ വണ്ടിയില്ലേ, ആ വണ്ടി കയറ്റിയത്. അപ്പൊ ഈ വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ട് എത്തുമ്പോഴാണ് അവിടെ നേരെ സന്ധ്യ ഒഴുകാണ്. ഇമ്രാജിരി പറഞ്ഞാൽ തിരി കത്തിച്ച് കാട്ടി. അപ്പൊ ആ ലൈറ്റിലിങ്ങനെ വരുമ്പോൾ നമ്പൂരി അറിഞ്ഞാണ്ട് മൂരിണ്ടായിരുന്നു, അതിനെ കൊണ്ടാണ് പഠിപ്പിച്ചു. അപ്പോഴാണ് വെള്ളം കുടിച്ചാൽ ഭയങ്കര ദാഹം. അപ്പൊ ഇടങ്ങേറ് തന്നെ കയറുന്നുണ്ട്. അപ്പൊ ആ കേട്ടിൽ നിന്ന് വെള്ളം കോരാ ഒരു പാളി കിട്ടാനായിട്ടാണ് നക്കപ്പാള പറഞ്ഞ പാളച്ച് കൂരിയാണ്. ആ വെള്ളം കോരി കുടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറിച്ച് ചെന്ന് നോക്കുമ്പോൾ പിന്നെ ചെറിയ പുഴക്കടവത്തായിരുന്നു. അത് സാധാരണ പുഴയല്ല, വലിയ ഹലാക്കിൻ്റെ പുഴയാണ്. പുഴയിൽ ചെന്ന് നോക്കുമ്പോൾ ഈ സാധാരണ തോണിയല്ല, താന്തോണി പറഞ്ഞിട്ട് തോണിയുണ്ട്. അയക്കടി കയറ്റിയത്. അയക്കടി കയറ്റി കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു, തോണിക്ക് 2-3 ഓട്ടം. അവിടെ സാധാരണ ആണി പാടാൻ പറ്റുമോ? അപ്പോഴാണ് ഒരാണി കിട്ടാഞ്ഞപ്പോൾ ഈ നഷ്ടാണി പറഞ്ഞാൽ 2-3 ആണിയാണ് വീഴുകയാണ്. തോണിയാണ് പൊളിഞ്ഞു നോക്കുമ്പോഴേ സുമാർ പറഞ്ഞ മാറത്തെ നീന്തിയതില്ല, സാധാരണ മാറല്ലേ ഈ സുമാർ പറഞ്ഞത്തെ. അപ്പം ആ മാറ് വെച്ചാണ് നീന്തി. അങ്ങനെ അക്കരെ ചെല്ലുമ്പോഴാണ് ഈ ചീത്താലാറിന് ആരാണ് അയക്കടി കയറ്റിയപ്പോൾ കർമൂസ പറഞ്ഞൊരു മൂസ വന്നാണ്. മൂസക്കാണ് മുറിച്ചതൊക്കെ പാട്ട്. അപ്പൊ അതവിടെയാണ് അവസാനിക്കുന്നത്. ഈ പഴമൊഴി എന്ന് പറഞ്ഞാൽ പതിരില്ല. കാരണം ഇതൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഇമ്രാന്തിരി എന്ന് പറയുന്നത്, നമ്പൂരി എന്ന് പറയുന്നത്,